ഈ അച്ഛൻ മക്കളെ കൊണ്ടുവന്ന് കാണത്തില്ലേ, ചിലപ്പോൾ കിടന്ന് റോഡിൽ കിടന്ന് കരയുന്നവനെ അല്ലെ നിലത്ത് കിടന്ന് ഉരുളുന്നവനെ, അവനെ എടുത്തുകൊണ്ട് പോകുന്ന ഇതോടുകൂടി അതേ സ്നേഹത്തോടു കൂടിയാണ് ആ പോലീസുകാരൻ അവനൊക്കെ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കേണ്ടതാണ്. കാരണം ഈ ഒരു മോനെ സംരക്ഷിക്കുന്നത് പോലെ SFI നേതാവിനെ സംരക്ഷിച്ച് കൊണ്ടുപോയി അവന് ഗുഡ് സർവീസ് എൻട്രി അല്ലാതെ പിന്നെ എന്ത് കൊടുക്കണം? ഗുഡ് സർവീസ് എൻട്രി കൊണ്ടൊന്നും ആവത്തില്ല. ഗാലൻട്രി അവാർഡ് കേട്ടോ, ധീരതയ്ക്കുള്ള സമ്മാനം, അതിന് കൊടുക്കാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിലേക്കെങ്കിലും ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്നതൊന്നും പോരാ, റെക്കമെൻഡ് ചെയ്യേണ്ടതാണ്. അത് ഇവർ ചെയ്യാത്തത് വളരെ ദോഷമാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരുക്കി, അതായത് ഈ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ജീവൻ എന്ന് പറയുന്നത് വലിയ വലുതല്ലേ, ഇത് ആർക്കും വേണ്ടാത്തവരാണ് ഇവർ. പക്ഷേ അവരങ്ങോട്ട് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതുവരെ വോട്ട് വാങ്ങിക്കുമ്പോൾ പിള്ളേരുടെ മൂക്കള പിഴിയാനും കേട്ടോ മൂത്രം തുടയ്ക്കാനും എല്ലാം അങ്ങിറങ്ങും. അപ്പം അവർക്ക് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങാൻ പേടിയില്ല. ഇത് കഴിഞ്ഞാൽ എന്താണ്, ഇവർ ജയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ മുഴുവൻ ശത്രുക്കളാണ് ഇവരുടെ, അതാണ് കാഴ്ചപ്പാട്. പിന്നെ അങ്ങ് ജനങ്ങൾ ശത്രുക്കളായി മാറുകയാണ്. പിന്നെ അവർക്ക് വേണ്ടത് അങ്ങ് സുരക്ഷയാണ്. പിന്നെ ഇഷ്ടം പോലെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ വലയത്തിൽ വേണം നടക്കാൻ. പോലീസിന് ഇപ്പോൾ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ഇതൊന്നും അല്ല, ഞാൻ പറഞ്ഞ താമ്രപത്രം കൊടുക്കണം, അതാ വേണ്ടത്. ഇതൊക്കെ കുറവാണ്. ഇത് ഗുഡ് സർവീസ് എൻട്രി കൊണ്ടൊന്നും ആവത്തില്ല കേട്ടോ. പിന്നെ ക്യാഷ് അവാർഡും കൊടുക്കുമെന്ന് പറഞ്ഞു. അതെടുത്ത് കൊടുക്കാമല്ലോ, കാരണം ഈ ജനങ്ങളെന്ന് പറയുന്ന വായി നോക്കികളുടെ പണം ഉണ്ടല്ലോ, അതെടുത്ത് കൊടുക്കാം. ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ, ഇഷ്ടമുള്ളത് എടുത്ത് കൊടുക്കാമല്ലോ, അതെടുക്കാം. പിന്നെ അതേപോലുള്ള കാര്യങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. അങ്ങനെയുള്ളപ്പോൾ അവർക്കിത് കൊടുക്കുക മാത്രമല്ല, ഇവരെന്തോ സേവനം പോലീസുകാർ നടത്തിയേക്കുന്നത്. പോലീസ് സേനയിലുള്ള ആളുകൾ തന്നെ പറഞ്ഞ് എന്താണെന്നറിയോ, പറഞ്ഞത് വളരെ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം അവർ പറഞ്ഞ ആത്മാഭിമാനമുള്ള ഒരൊറ്റ പോലീസുകാരനും യവന്മാരെയും കൊണ്ട് നടക്കാൻ ഒക്കത്തില്ലെന്നാണ് പറഞ്ഞത്. അവർ DYFIക്കാരുടെ പറഞ്ഞെങ്കിലും അതിനകത്ത് ഈ മന്ത്രിമാരെയൊക്കെ വരും ഉൾപ്പെടെയാണ്. ഇവരെയും കൊണ്ട് നടക്കാൻ ഒക്കത്തില്ല. അതുപോലെ അത്രത്തോളം അവഹേളനം സഹിച്ചാണ് അവർ ഈ സമൂഹത്തിൽ ഈ ഡ്യൂട്ടി ചെയ്യുന്നതെന്നാണ് എൻ്റെ അടുത്ത് ഒന്നിലധികം പേര് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. അത് കഷ്ടമല്ലേ അവരുടെ കാര്യം. അപ്പോൾ ആ സഹിക്കുന്നതിന് ഇവർക്ക് ഗുഡ് സർവീസ് സെൻറ്റർ കൊടുത്താൽ കൊള്ളാം. സഹനശേഷി DYFIയും SFIയും സഹിക്കുന്നതിനുള്ള, അത് ഈ മന്ത്രിമാരെയും സഹിക്കുന്നതിനുള്ള സഹനത്തിന് ഇവർക്ക് ഗുഡ് സർവീസ് അല്ല താമ്രപത്രം കൊടുക്കണം. അതാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊക്കെ കുറവാണ്, അത് വേണം. അതല്ലാതെ ഇവരെന്തെങ്കിലും ഗാലൻട്രി അവാർഡ് അല്ല നേടത്തക്കണ്ണമുള്ള അവരുടെ ജീവൻ പണയം വെച്ച് അവരാരെങ്കിലും രക്ഷിക്കുക. ഇവിടെ ജീവൻ പണയം വെച്ച് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആരെ രക്ഷിക്കുകയാണ് ഇവിടെ ചെയ്തത്? മന്ത്രിമാർ. അവർ ബസ്സിനകത്ത് ഇങ്ങനെ പാഞ്ഞു പോവും. അതിനകത്ത് ഇഷ്ടം പോലെ അകമ്പടി 10-40 വണ്ടികൾ, ആംബുലൻസുകൾ, ഇത് എല്ലാം ഉണ്ടല്ലോ മുഴുവൻ. പോലീസിൻ്റെ ജീപ്പുകളൊക്കെ ചീർപ്പാഞ്ഞിങ്ങനെ പോവും. അവർക്കൊന്നും സംഭവിക്കില്ല. അതിൻ്റെ മുമ്പിൽ മുഖ്യമന്ത്രി ഞൊളിഞ്ഞിരിക്കും. ബാക്കിയുള്ള മന്ത്രിമാരെല്ലാം ഇങ്ങനെ ഇരുന്ന് മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ പാദസ്പർശം വെക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് സ്വർഗമാണെന്നും, അതുപോലെ ഈ വണ്ടി എന്ന് പറയുന്നത് ഇത് മ്യൂസിയം ആക്കേണ്ട, അതൊക്കെ ചില പ്രാന്തന്മാർ ചിലപ്പം വരും വാങ്ങിക്കാൻ കേട്ടോ. നേർബുദ്ധിയുള്ളവരാരും ഇത് വാങ്ങിച്ചുകൊണ്ട് പോകത്തില്ല. കാരണം ഇവരിരുന്നെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇത് കൊള്ളാവുന്ന ആരും വാങ്ങിക്കുകയില്ല. അല്ലാതെ ചിലപ്പം ഇതിനൊക്കെ വല്ലതും നടന്നിരിക്കും. ഏതായാലും ഈ പോലീസുകാർ ചെയ്ത ഡ്യൂട്ടി എന്താണ്? ജനങ്ങളെ തല്ലി ചതച്ചതോ, യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞ് എടുത്ത് ഇറങ്ങുന്നവരെ അടിച്ച് നട്ടലൊടിക്കുന്നതോ, അവരെ തലയടിച്ച് കീറുന്നതോ, മണ്ടയടിച്ച് പൊട്ടിക്കുന്നതോ, അതോ അവരെ പിടിച്ചു നിർത്തി DYFI ഗുണ്ടകളെന്ന് പറയുന്നവന്മാർക്ക് അടിക്കാൻ കൊടുക്കുന്നതോ, ഇതിനൊക്കെയാണ് ഇവർക്ക് അവാർഡ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ കൊള്ളാം, നല്ലതാണ്. നമുക്കൊന്നും പറയാൻ നിൽക്കത്തില്ല. ഇത് കേരളത്തിൽ പലതും നടക്കും. പോലീസിനെ യഥാർത്ഥത്തിൽ ഗവർണർ പറഞ്ഞ ഒരു കാര്യം, രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾക്ക് പോലീസിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായതെന്ന് പറഞ്ഞു. സത്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇത്? രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി പോലീസ് സേന എന്ന് പറയുന്നത് അവരുടെ ആത്മാഭിമാനം പണയം വെച്ചാണ് ഈ ഗുണ്ടകൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നത്. അപ്പോൾ അവരെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ സത്യമാണ്. അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് നമ്മളിവിടെ കണ്ടത് മുഴുവൻ. അപ്പോൾ ഇത് എത്ര വലിയ വിജയം എന്ന് പറഞ്ഞാൽ എന്തോ വിജയം വളരെ വലിയ വിജയമാണ്. നാട്ടുകാരുടെ മുഴുവൻ നട്ടലൊടിച്ചത് കൂടാതെ നാട്ടുകാരെ ഇതുപോലെ ഒരൊറ്റ സർക്കാർ ഓഫീസിൽ ഒരു കാര്യവും നടന്നില്ല. എന്നിട്ട് ഇപ്പോൾ ഇതിനുള്ള പ്രത്യേകത പരാതി പരിഹാരം. ഈ പരാതികളൊക്കെ പണ്ടുണ്ടല്ലോ.
അത് സർക്കാർ ഓഫീസുകളിൽ വാങ്ങിച്ചാൽ മതിയല്ലോ. ഈ മന്ത്രി കൈകൊണ്ട് തൊടത്തില്ല. കാരണം പാവങ്ങളെ പൗരപ്രമുഖന്മാർ പറയുന്നതേ കേൾക്കുള്ളൂ. അല്ല, ഈ പാവങ്ങളെന്ന് പറയുന്നത് നീയൊന്നും ഇവിടെ വരേണ്ടവനല്ല. അവന്മാരെ ഒന്നും സാധാരണക്കാരെ ഒന്നും അവിടെ കയറ്റത്തില്ല. പൗരപ്രമുഖർ അവർക്ക് മന്ത്രിമാരുമായിട്ടിരുന്ന് കാപ്പി കുടിക്കാം, പുഴുങ്ങിയ മുട്ട, പഴം മുതലായ സാധനങ്ങളൊക്കെ കഴിക്കാം, കടല, അപ്പം ഇതെല്ലാം കഴിക്കാം. ഇതുമെല്ലാം കഴിച്ചാൽ അവർ കാര്യമൊക്കെ പറഞ്ഞ് അവർ പൗരപ്രമുഖരാണ്. ഈ ഉച്ചനീചത്വം കേട്ടോ നമ്മുടെ നാട്ടിൽ ഇല്ലാതാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആയിരുന്നു യഥാർത്ഥത്തിൽ CPM. പക്ഷേ ഇപ്പോൾ അത് തിരികെ കൊണ്ടുവന്നേക്കുകയാണ് ഈ പൗരപ്രമുഖരെ പ്രദർശിച്ചതോടുകൂടി. കാരണം സാധാരണ ജനങ്ങളെയും പാവങ്ങളെയും പൗരപ്രമുഖരെയും അവരെ വേർതിരിച്ച് കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിപ്പോൾ ഈ CPMൻ്റെ രാഷ്ട്രീയ പാപ്പരത്വം, രാഷ്ട്രീയമായ അധപതനം എന്നുള്ളതല്ലാതെ ഇത് ഒന്നിനെയും കാണിക്കുന്നതല്ല. ഗവർണർ പറഞ്ഞ കാര്യം ശരിയാണ്. പോലീസ് സേനയെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ അതിന് കൊടുക്കുന്ന പ്രതിഫലമാണ് ഈ അവാർഡ്. അതായത് ഗുഡ് സർവീസ് എൻട്രി. ഇത് ആത്മാഭിമാനമുള്ള ഒരൊറ്റ പോലീസുകാരൻ എനിക്ക് വേണ്ടാന്ന് പറയണം. അതാ വേണ്ടത്.